സംരക്ഷണ സമിതിയുടെ പ്രതിഷേധ ജ്വാലയായി വരുന്നു. ആവശ്യപ്പെട്ടുകൊണ്ട് കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവരുന്ന നയങ്ങൾ സർക്കാർ തുടരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇതാ കടന്നു വരുന്നു. പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുവാൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുകയാണ്. സംഭരിച്ച നെല്ലിന് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൃഷിനാശത്തിൽ ഉഷ്ണതരംഗത്തിൽ നഷ്ടപ്പെട്ടു പോയ കർഷകന്റെ വിയർപ്പിന് മതിയായ പ്രതിഫലം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇനിയും സംഭരിച്ച് തീർക്കാത്ത നെല്ല് മഴയ്ക്ക് മുമ്പ് സംഭരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതാ കർഷകർ എത്തിച്ചേർന്നിരിക്കുന്നു. സപ്ലൈകോ ഓഫീസിന് മുമ്പിൽ 100 കണക്കിന് കർഷകരായി എത്തിച്ചേർന്നിരിക്കുന്നു. സർക്കാർ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കർഷകന്റെ വിലാപത്തിന് മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാടിനെ അന്വേഷിക്കുന്ന കർഷകർക്ക് ഉണങ്ങിയ നെൽക്കതിയുമായി പ്രതിഷേധവുമായി സൂചന കൊണ്ട് പഠിച്ചില്ലെങ്കിൽ രൂപം മാറും ഭാവം മാറും, രൂപം മാറും ഭാവം മാറും. വിജയം കണ്ടേ പിന്മാറും, വിജയം കണ്ടേ പിന്മാറും. ഓർത്ത് കളിച്ചോ ഭരണക്കാരെ. കർഷകർ ഒന്നായി പറയുന്നു, കർഷകർ ഒന്നായി പറയുന്നു, ഒന്നിച്ചൊന്നായി പറയുന്നു, ഒറ്റക്കെട്ടായി പറയുന്നു. ഇല്ല നിങ്ങൾ മാറില്ല, ഇല്ല നിങ്ങൾ മാറില്ല. വിജയം കണ്ടേ പിന്മാറും. സിന്ദാബാദ് സിന്ദാബാദ്, NKSS സിന്ദാബാദ്, NKSS സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ്. കർഷകന്മാർ സിന്ദാബാദ്, കർഷക ഐക്യം സിന്ദാബാദ്. സംഘകൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സംസ്ഥാന ഗവൺമെന്റിന്റെ അകമഴിഞ്ഞുള്ള പിന്തുണയും ആവശ്യം. ഇത് പറയുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഈ സംഘകൃഷി എന്ന് പറയുന്ന ഈ സംഭവം ബഹുമാന്യനായ പിണറായി വിജയൻ രണ്ടാമത് മുഖ്യമന്ത്രി ആയതിനു ശേഷം ആരംഭിച്ച ഒരു പ്രക്രിയ അല്ല. വർഷങ്ങളായി 1990-കളില് പാടശേഖരങ്ങളെ രജിസ്ട്രേഷൻ നടത്തി കർഷകരിവിടെ അന്നത്തെ കാലത്ത് അനുഭവിച്ചിരുന്ന അരിയാഹാരത്തിന്റെ കുറവ് പരിഹരിക്കാൻ അന്നു മുതലുണ്ടായിരുന്ന സംസ്ഥാന ഗവൺമെന്റുകൾ ആവുന്നതെല്ലാം ചെയ്ത് പ്രോത്സാഹിപ്പിച്ച് കൈക്ക് പിടിച്ച് മുന്നോട്ട് വന്ന ഒരു കൃഷിരീതിയായിരുന്നു നെൽകൃഷി. എന്നാൽ ഇന്ന് ഈ നാട്ടിലെ നെൽകർഷകർ അനുഭവിക്കുന്ന അവഗണന അത് തികച്ചും യാദൃച്ഛികമല്ല. നമ്മളത് മനസ്സിലാക്കണം. രണ്ടാം പിണറായി വിജയൻ ഗവൺമെന്റ് വന്നതിന് ശേഷം, അത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, വ്യക്തമായി ഈ സമൂഹത്തോട്, ഈ ഒരു വർഗത്തോട് ചെയ്യുന്ന വഞ്ചന, അവഗണന, അതിന്റെ തീഷ്ണതയുടെ ഏറ്റവും ഭയങ്കരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ നേരിടുന്ന ഒരു സമൂഹമാണ് ഇന്നിവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, കേരള സംസ്ഥാനം അതിന്റെ ആവശ്യത്തിന്റെ 1/3 പോലും നെല്ലിവിടെ ഉത്പാദിപ്പിക്കുന്നില്ല. അങ്ങനെയുള്ള കേരള സംസ്ഥാനത്ത് 1970-കളിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ റെക്കോർഡിൽ തന്നെയുണ്ട് 8,50,000 ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി ചെയ്തിരുന്ന സ്ഥലമാണ് കേരളം. ഇന്നത് ചുരുങ്ങി, ഇന്ന് കേവലം 1,74,000 ഹെക്ടറായി ചുരുങ്ങിയിരിക്കുകയാണ്. ഗവൺമെന്റിന് അറിയാൻ മേലഞ്ഞിട്ടല്ല, പക്ഷെ ഇന്ന് ഏത് രീതിയിലും ഇവിടെ നെൽകൃഷി വേണ്ട എന്നുള്ളൊരു നിലപാടാണ് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. നമുക്കറിയാം, പ്രിയങ്കരനായ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവറുകൾ നടത്തിയ ഒരു പ്രസ്താവന, നമ്മുടെ സമൂഹത്തിലെ പൗരപ്രമുഖന്മാരടക്കം അത് വേണ്ട രീതിയിൽ ഗൗനിച്ചില്ല. കാരണം അവരൊക്കെ ഓണം ഉണ്ടത് ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരം 64 കൂട്ടം കറികൾ കൂട്ടിയുള്ള ഊണായിരുന്നു. ആ സമയത്ത് കേരളത്തിലെ നെൽ കർഷകര് പട്ടിണി സമരം നടത്തുകയായിരുന്നു. പട്ടിണി സമരം.
ഇന്ന് ഈ ദൃശ്യമാധ്യമ സഹോദരങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ള ഞങ്ങളുടെ ദയനീയാവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കേരളത്തില് ഏകദേശം 40,000 കോടി രൂപയുടെ മുതൽ മുടക്കാണ് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള കർഷകര് മുടക്കിയിട്ടിരിക്കുന്നത്. അങ്ങനെ അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മുതലിന്റെ പലിശയുടെ 4 അംശം പോലും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഈയിടെ നമ്മുടെ മുഖ്യധാര മാധ്യമത്തിൽ വരികയുണ്ടായി കെ.വി. ബേബി കമ്മീഷൻ. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ കൊള്ളരുതായ്മയാണ്. പുതിയ പുതിയ നിർദ്ദേശങ്ങൾ വെച്ചിരിക്കുകയാണ്. മണ്ടത്തരമെന്നല്ലാതെ ഞങ്ങൾക്ക് നേരൊന്നും പറയാനില്ല. ഈ നെൽകൃഷിയെ അപ്പാടെ ഇല്ലാതാക്കാനായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. ബഹുമാന്യനായ ബേബി കമ്മീഷന്റെ ചെയർമാൻ, അദ്ദേഹം ജലവിഭവ വകുപ്പിന്റെ സംസ്ഥാന ഗവൺമെന്റിന് ഗുണദോഷിക്കുന്ന ആളാണ്. ഇത് മനസ്സിലാക്കണം. നമുക്കറിയാം 2018 ജലവിഭവ വകുപ്പോടൊക്കെ ചേർന്നാണ് നമ്മളെല്ലാം മുക്കിക്കൊന്നത്. മറന്നുപോയത്. 44 നദികളുള്ള ഈ കേരള സംസ്ഥാനത്ത് നെൽകൃഷി ചെയ്യാൻ വെള്ളമില്ലാതെ പാലക്കാട്ടെ ചിറ്റൂരെയും കർഷകര് കഷ്ടപ്പെടുകയാണ്. അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഒന്നും അറിയാൻ മേലാത്ത ഒരു മനുഷ്യൻ വന്ന് നെൽകൃഷിയെ പറ്റി വലിയ ആധികാരികമായി സംസാരിക്കുകയാണ്. മിൽമയിൽ പാൽ അളന്നു കൊടുക്കുന്നതിനൊക്കെ വേണം ഞങ്ങൾ നെല്ല് കൊണ്ടുവന്ന് അളന്നു കൊടുക്കാൻ. എന്ത് വിഡ്ഢിത്തരമാണ്! നമ്മള് ഇങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ വളരെ ബഹുമാനത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ വിഡ്ഢിത്തരം വിളമ്പുന്നവരെ നമ്മൾ എന്താണ് വിശേഷിപ്പിക്കേണ്ടത്? അതുകൂടാതെ ഗവൺമെന്റിന് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന മുരളി തുമ്മാരുകൂടി, ഡോക്ടർ മുരളി തുമ്മാരുകൂടി, അദ്ദേഹം പറഞ്ഞത് വിശാല കുട്ടനാട്ടിൽ ജനജീവിതം പോയിട്ട് നെൽകൃഷി പോലും സാധ്യമല്ല. നോക്കണം, ഒരു മിനിസ്റ്റർ പറയുന്നു ഇവിടെ നെൽകൃഷി ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, തമിഴ്നാട്ടിൽ അരി ഉണ്ടല്ലോ എന്ന്. ഗവൺമെന്റിന് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ UN ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നു വിശാല കുട്ടനാട്ടിൽ നെൽകൃഷി പോലും വേണ്ട, ജനജീവിതവും വേണ്ട എന്ന്. ഇപ്പോൾ ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന കെ.വി. ബേബി കമ്മീഷൻ പറയുന്നു നെല്ല് മിൽമയിൽ പാൽ അളന്നു കൊടുക്കുന്നതിന് ഓരോ കർഷകരും കൊണ്ടുവന്ന് അളന്നു കൊടുക്കണം. അതിന്റെ ഗുണമേന്മയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് പണം ലഭ്യമാക്കണം. അതുകൂടാതെ ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു. ഈ കഴിഞ്ഞ 5 വർഷക്കാലം നെല്ല് സംഭരിച്ചതിന്റെ കെയർ ഓഫിൽ 726 കോടി രൂപയുടെ നഷ്ടമാണ് കേരള ഗവൺമെന്റിൽ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ തൊട്ട് താഴെ പുള്ളി പറയുന്നു നെല്ല് സംഭരണത്തിൽ ഉമ്മയും തവിടും സംസ്കരിച്ചിരുന്നുവെങ്കിൽ 414 കോടി രൂപ അതിൽ നിന്ന് കിട്ടിയേരെ. അപ്പം മൊത്തം നഷ്ടം വരുന്നത് 312 കോടി രൂപയാണ്. ആലോചിച്ച് നോക്കണം. 5 വർഷക്കാലം കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന നെൽ കർഷകരുടെ നെല്ല് സംഭരണത്തിൽ ഏർപ്പെട്ടിട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത മൂലം നഷ്ടം സംഭവിച്ചു എന്ന് പറയുന്നത് 312 കോടി രൂപ. ആലോചിച്ച് നോക്കണം. 5 വർഷം മുമ്പ് കേരളത്തിന്റെ പൊതു കടം എന്തായിരുന്നു? അതൊക്കെ മുന്നേ ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാർ അധികാരം ഒഴിയുന്ന സമയത്ത് സർക്കാരിന്റെ പൊതു കടം എത്രയായിരുന്നു? കണക്കുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 74,000 കോടിയോ മറ്റായിരുന്നു. ഇന്ന് അത് 4.25 ലക്ഷം കോടി രൂപയായി. ആര് മൂലം 312 കോടി രൂപ ഈ പാവപ്പെട്ട നെൽ കർഷകരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി നൽകിയതാണോ ഈ സംസ്ഥാനത്തിന് പറ്റിയ ഏറ്റവും വലിയ സാമ്പത്തിക ക്രമക്കേട്? ലജ്ജ തോന്നുന്നു ഇങ്ങനെയുള്ള ഈ ബുദ്ധിമാന്മാരുടെ ഉപദേശത്തോട്. പ്രിയമുള്ള പൊതുവിപണിയിൽ ഞങ്ങൾക്ക് ഒരു നെല്ല് വിൽക്കാൻ സാധ്യമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. കാരണം അത് നിങ്ങൾ അറിയണം, സംഘടിതമായി ഇവിടെ കൊള്ളയടിക്കുകയാണ്. നെൽ കർഷകനൊഴികെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും കൊള്ള ലാഭം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു മാർഗമാണിത് നെൽകൃഷി. അങ്ങനെ ഇരിക്കെ ഇലക്ഷന്റെ അന്ന് വരെ ഞങ്ങളുടെ കുറെ പൈസ ഞങ്ങളുടെ കണ്ണിൽ പൊടിയിടത്തക്ക രീതിയിൽ നൽകി. അതിന് ഏകദേശം 2-3 ആഴ്ച മുമ്പ് ബഹുമാന്യനായ കൃഷി വകുപ്പ് മന്ത്രിയും സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയും മങ്കമ്മ നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെത്തി. അവിടെ ഉണ്ടായിരുന്ന കർഷകരോട് പറഞ്ഞു, നിങ്ങളുടെ നെല്ല് സംഭരിച്ചാൽ PRS എഴുതി 10 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പണം തരും. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അവരുടെ വാഗ്ദാനം പോലെ അതെല്ലാം ഒലിച്ചുപോയി. ഉഷ്ണതരംഗം ആഞ്ഞടിച്ചപ്പോൾ അവരെല്ലാവരും മുഖ്യമന്ത്രി അടക്കമുള്ളവര് വിദേശ രാജ്യങ്ങളിൽ ടൂറ് പോയി. പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ കർഷകർ ഇപ്പോഴും ഉഷ്ണതരംഗത്തിൽ അവർ കേൾക്കേണ്ടി വന്ന ആഘാതം പേര് നിൽക്കാണ്ട് പകച്ചു നിൽക്കുകയാണ്. ഞങ്ങൾ ഉത്പാദിപ്പിച്ച നെല്ല് സംഭരിക്കുന്നില്ല. സംഭരിക്കുന്ന നെല്ലിനാട്ടെ മുടിഞ്ഞ കിഴിവാണ് ചോദിക്കുന്നത്. 15-20 കിലോ. കൂടാതെ PRS എഴുതാൻ 20 ദിവസം വരെയാണ് എടുക്കുന്ന സമയം. അതുകൂടാതെ അപ്രൂവലിന് വേണ്ടി വീണ്ടും 15. ബാങ്കുകളിൽ ചെന്നാൽ നല്ല 1ാം ക്ലാസ് ആട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അന്നം ഉത്പാദിപ്പിക്കുന്നവര് കിട്ടുന്ന ഫലം ആട്ട്, മുഖമറച്ചുള്ള ആട്ട്. പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ എന്നാ ബാങ്കുകാർ ചോദിക്കുന്നത്.
അങ്ങനെയുള്ള കർഷകന്റെ ദയനീയാവസ്ഥ കൊണ്ടാണ് ഇങ്ങനെ ഒരു സമരം സംഘടിപ്പിക്കേണ്ടി വന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പാടങ്ങളിൽ ഒരുപാട് ജോലികളുണ്ട്. എത്ര നാളായി പണത്തിന് വേണ്ടി ഞങ്ങൾ കേഴുന്നു. ഉഷ്ണതരംഗത്തിൽ നഷ്ടം മുഖ്യധാരാ പത്രങ്ങളിലെല്ലാം വന്നു. 2184 ഹെക്ടർ പ്രദേശത്ത് ഉഷ്ണതരംഗം മൂലം കൃഷിനാശമുണ്ടായി. ഈ കണക്കുകൾ സംസ്ഥാന ഗവൺമെന്റിന്റെ കൈവശമുണ്ട്. ഒറ്റ കൃഷിഭവനിൽ പോലും എയിംസിന്റെ വെബ്സൈറ്റിൽ FIR ഇട്ടില്ല നഷ്ടപരിഹാരം നൽകാൻ. ബഹുമാന്യനായ മിനിസ്റ്റർ പറയുന്നു ഇത് യൂണിയൻ ഗവൺമെന്റിനെ ധരിപ്പിക്കാൻ ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞുവിടും. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെ ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തമാണത്. എന്തുകൊണ്ട് ഞങ്ങളെ കൈപിടിച്ച ഞങ്ങളുടെ ദുരവസ്ഥ സെൻട്രൽ ഗവൺമെന്റിനെ ധരിപ്പിക്കണമെങ്കിൽ അതിന് മുൻകൈ എടുക്കുന്നില്ല? സമ്പൂർണ്ണ പരാജയമാണ് കൃഷി വകുപ്പ് മന്ത്രി എന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. CPI-യും CPIM-ഉം തമ്മിലുള്ള ചക്രത്തിൽ പോലും ഇരയാക്കപ്പെടേണ്ടി വരുന്ന ഈ നാട്ടിലെ പാവം കർഷകരാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. നാളിതുവരെ നെൽകർഷക സംരക്ഷണ സമിതി രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങളെ നിർബന്ധിക്കരുതെന്നാണ് ഞങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ സർക്കാരിനോട് പറയാനുള്ളത്. അളമുട്ടിയാൽ ചേരയും കടിക്കും. ആ ഒരു അവസ്ഥയിലെത്തിയിരിക്കുകയാണ് ഇവിടുത്തെ നെൽകർഷകർ. ഞാൻ പറഞ്ഞ് അധികം ദീർഘിപ്പിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ന് സപ്ലൈകോയുടെ മുന്നിൽ, കോട്ടയം സപ്ലൈകോയുടെ മുന്നിൽ നടത്തപ്പെടുന്ന ഈ സമരം, നെല്ല് സംഭരിച്ച കർഷകർക്ക് അവരുടെ നെല്ലിന്റെ വില അടിയന്തരമായി ലഭ്യമാക്കണം. ഉഷ്ണതരംഗത്തിൽ കൃഷിനാശം സംഭവിച്ചിരിക്കുന്ന മുഴുവൻ കർഷകർക്കും അടിയന്തരമായി FIR ഇട്ട് അവർക്ക് ആനുകൂല്യം, ഇൻഷുറൻസ്, പരിരക്ഷ ലഭ്യമാക്കാൻ ഗവൺമെന്റ് തയ്യാറാവണം. ഇനി കേരളത്തിൽ നെൽകൃഷി വേണ്ട എന്ന് കരുതി രണ്ടാം കൃഷിക്ക് വിത്ത് നൽകില്ല എന്ന കൃഷി വകുപ്പിന്റെ ധാർഷ്ട്യം നിറഞ്ഞ നിലപാട് മാറ്റണം. ഗുണമേന്മയുള്ള നെല്ല് വിത്ത് ഞങ്ങൾക്ക് ലഭ്യമാക്കണം. ഒരു കൂട്ടം ആൾക്കാർ ഞങ്ങളുടെ നെല്ല് കൊടുത്തിട്ട് അതിന് പണം കിട്ടിയില്ല എന്ന ആവശ്യവുമായി വന്നിരിക്കുന്നവരാണ്. എന്നാൽ മറ്റൊരു കൂട്ടർ എല്ലാ പ്രതികൂല കാലാവസ്ഥയെയും തരണം ചെയ്ത് ഞങ്ങൾ നെൽകൃഷി ചെയ്തിട്ട് ഞങ്ങളുടെ നെല്ല് ആഴ്ചകളോളം കെട്ടിക്കിടക്കുന്നു, അതെടുക്കണം എന്ന ആവശ്യവുമായി വന്നിരിക്കുകയാണ്. വേറൊരു കൂട്ടരാകട്ടെ ഞങ്ങൾ ഉഷ്ണതരംഗം ഉണ്ടായതുമൂലം ഞങ്ങളുടെ വിളവ് മുഴുവൻ നശിച്ചുപോയി, ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാർഷിക മേഖല തകർന്നുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് നെൽ കാർഷിക മേഖല. ഇതിൽ ഞാൻ പറഞ്ഞ 3 കൂട്ടരിൽ നിഷ്പ്രയാസം രണ്ട് ആവശ്യവും ഗവൺമെന്റ് തീരുമാനിച്ചാൽ പരിഹരിക്കാവുന്നത് മാത്രമാണ്. നമ്മുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ മങ്കമ്പിൽ വെച്ച് സിവിൽ സപ്ലൈസ് മന്ത്രിയും കൃഷി മന്ത്രിയും ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയതാണ് 10 ദിവസത്തിനകം പണം നൽകാമെന്നുള്ളത്. വാക്കിന് വിലയില്ലാതെ വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറയുന്ന നമ്മുടെ മന്ത്രിമാർ ഇപ്പോൾ നാട്ടിലുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. 10 ദിവസം പോയിട്ട് മാസങ്ങളായിട്ടും നമ്മുടെ പണം ലഭിക്കുന്നില്ല. ബഡ്ജറ്റിൽ പണം വകയിരുത്തിയാൽ മാത്രം തീരാവുന്ന ഒരു പ്രശ്നത്തെയാണ് ഇതുപോലെ വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്നത്. അതിന് മാറി മാറി വരുന്ന സർക്കാരുകൾ തീർച്ചയായും ഉത്തരവാദികൾ തന്നെയാണ്. നമുക്ക് സമയബന്ധിതമായി പണം നൽകിയില്ലെങ്കിൽ നെൽകൃഷി എന്നതുകൊണ്ട് യാതൊരു ഉപകാരവും കർഷകൻ ഉണ്ടാവുന്നില്ല. കാരണം 4 മാസക്കാലം ശമ്പളമില്ലാതെ, എന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിലുള്ളത് മുഴുവൻ മുടക്കിയിട്ട് തിരിച്ചു വരുമാനമില്ലാതെ ജീവിക്കുന്നവരാണ് കർഷകൻ. ഒരു മേഖലയിലും അങ്ങനെയുള്ളവർ കാണില്ല. ഈ 4 മാസം കഴിഞ്ഞ് ഒരു കർഷകനും കയ്യിൽ പണം കയ്യിൽ കരുതിയിട്ടല്ല കൃഷി ചെയ്യുന്നത്. അവൻ പലിശക്കെടുത്തും ലോൺ എടുത്തും കെട്ടുതാലി വരെ പണയം വെച്ചും കൃഷി ചെയ്യുന്നവരാണ്. അവന് സമയബന്ധിതമായി പണം നൽകിയില്ലെങ്കിൽ ഈ പറഞ്ഞവരെല്ലാം അവന്റെ വീടിന്റെ വാതിൽക്കൽ വരും. അത് കർഷകനെ ആത്മഹത്യയിലേക്ക് വരെ നയിക്കുന്നു എന്നുള്ള സത്യം ഗവൺമെന്റിന് അറിയാമായിരുന്നിട്ടും നമ്മൾ ജയിപ്പിച്ചു വിട്ട, നമ്മളുടെ നികുതി പണം കൊണ്ട് ശമ്പളം മേടിക്കുന്ന മന്ത്രിമാർക്കും MLA-മാർക്കും പൊതുജനത്തോട് യാതൊരു ഉത്തരവാദിത്വവും, പ്രത്യേകിച്ച് നെൽ കർഷകരോട്, അന്നം മുട്ടുന്ന കർഷകരോട് യാതൊരു ഉത്തരവാദിത്വവുമില്ല. അതുപോലെ തന്നെ ഇത്രയും സുതാര്യമായ രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാർ വേറെ കാണില്ല. കാരണം വിതയ്ക്കുന്ന സമയം തൊട്ട് എന്ന് കൊയ്യുന്നു എന്നുള്ളവരെ കണക്കുകൾ കൃത്യമായി കൃഷിഭവനുകളിലും സപ്ലൈകോ ഉദ്യോഗസ്ഥരുടെ കൈകളിലും ലഭ്യമാണ്.
എന്നിട്ടും കൊയ്തിട്ടിട്ട് മാസങ്ങളായിട്ടും നെല്ലെടുക്കാതെ അതിന് പറയുന്ന കാരണമാണ് രസം. ഞങ്ങൾ പല NKSSന്റെ പ്രതിനിധികൾ പല പാടശേഖരങ്ങളും സന്ദർശിക്കുകയുണ്ടായി. ഗോഡൌണുകൾ നിറഞ്ഞത് കാരണം മില്ലുകൾക്ക് നെല്ല് വേണ്ട. ഇതിലൊക്കെ രസം 10 കിലോ 15 കിലോ കിഴിവ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ മില്ലുകാർ എടുക്കാൻ തയ്യാറാണ്. അപ്പോൾ അവരുടെ ഗോഡൌണിന് ഇടവരും. അതെങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല. ഈ ഡേറ്റ എല്ലാം കൈവശമുള്ളപ്പോൾ എത്ര നെല്ല് ഒരു വർഷം സംഭരിക്കണമെന്ന് വ്യക്തമായി തന്നെ സർക്കാരിന്റെ കൈവശം രേഖകൾ ഉള്ളപ്പോൾ എന്തുകൊണ്ട് അതിന് പറ്റിയ മില്ലുകളെ അലോട്ട് ചെയ്യുവാൻ ഗവൺമെന്റിന് സാധിക്കുന്നില്ല? അതിന്റെ അപാകത ആരുടേതാണ്? അതിന്റെ അനാസ്ഥ ആരുടേതാണ്? തീർത്തും അലംഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന കൃഷിഭവൻ ഉദ്യോഗസ്ഥരെയും സപ്ലൈകോ ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യുകയല്ല, പിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടത്. ഒരു കൂട്ടം ജനതയുടെ ജീവിതം വെച്ചുള്ള കളിയാണ്. പിന്നെ വന്നിരിക്കുന്നവരാകട്ടെ ഉഷ്ണതരംഗം മൂലം അവർക്ക് നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തീർച്ചയായിട്ടും കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള നഷ്ടപരിഹാരം കർഷകർക്ക് കിട്ടേണ്ടത് തന്നെയാണ്. നമ്മളെല്ലാവരും ഇൻഷുറൻസ് ചെയ്യുന്നു. പക്ഷേ സമയബന്ധിതമായി നമുക്ക് നഷ്ടങ്ങൾ വന്നാൽ ഇൻഷുറൻസ് കിട്ടുന്നില്ല എന്നുള്ളത് വളരെ സത്യം തന്നെയാണ്. 2021-22 കാലഘട്ടത്തിൽ പോലും ഇൻഷുറൻസ് ചെയ്ത പലരുടെയും പണം കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുത്താതെ വേനൽ നിമിത്തം കൃഷി നശിച്ച കർഷകർക്ക് എത്രയും പെട്ടെന്ന് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള സംവിധാനം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. ഞാൻ കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ നെല്ലിന്റെ വില കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൂട്ടിയത് അനുസരിച്ച് 31 രൂപ 35 പൈസ ഞങ്ങൾക്ക് ലഭിക്കേണ്ടതാണ്. അത് ആരുടെയും ഔദാര്യമല്ല, നെൽ കർഷകരുടെ അവകാശമാണ്. അത് തരുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണം. അതോടൊപ്പം ഞങ്ങൾക്ക് പണം കിട്ടാനുള്ള കർഷകരുടെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ചെല്ലുമ്പോൾ ബാങ്കിൽ ചെല്ലുമ്പോൾ സപ്ലൈകോയുടെ പ്രശ്നം, സപ്ലൈകോയിൽ ചെല്ലുമ്പോൾ ബാങ്കിന്റെ പ്രശ്നം. കർഷകരായ ഞങ്ങൾക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ നിങ്ങളുടെ ആരുടെയും മുന്നിൽ പൈസയ്ക്ക് വേണ്ടി, ഞങ്ങൾ ആരുടെയും മുന്നിൽ ലോണിന് വേണ്ടിയല്ല വരുന്നത്. നെല്ലിന് പണം കൊടുത്തിട്ട്, നെല്ല് കൊടുത്തിട്ട് പണത്തിന് വേണ്ടിയാണ്. ആയതിനാൽ ഇതിനെല്ലാമുള്ള പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലം വരെ അവർക്ക് ആവശ്യമായ അവർ കൊയ്ത നെല്ലിന്റെ പണം ലഭ്യമായി. പക്ഷെ അതിനുശേഷം ഇങ്ങോട്ട് SBIയും കാനറ ബാങ്കും 1 രൂപ പോലും കൊടുക്കുവാൻ തയ്യാറാവാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതിനുശേഷം 10 ദിവസത്തിനകം നെല്ലിന്റെ വില ലഭ്യമാകുമെന്ന് കൃഷി വകുപ്പ് മന്ത്രിയും സിവിൽ സപ്ലൈസ് മന്ത്രിയും ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നതാണ്. എങ്കിലും അതൊക്കെ പൊളിച്ചുകൊണ്ട് മാസങ്ങളായിട്ട് ഇപ്പോൾ കർഷകർക്ക് വില ലഭിക്കാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെയാണ് ഉഷ്ണതരംഗത്തിൽ പതിരായിപ്പോയ കർഷകർക്ക്, നെല്ല് പതിരായിപ്പോയ കർഷകർക്ക് അവരുടെ നഷ്ടപരിഹാരം ലഭിക്കുവാനുള്ള സൗകര്യം ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, ഇത് കോട്ടയം പട്ടണത്തിൽ വിളഞ്ഞ നെല്ലിന്റെ ഇതാണ്. ഒരൊറ്റ മണി പോലും നെല്ലില്ല, മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്താ മക്കാറിയേടൻ എവിടെയാണ്? ഒരൊറ്റ മണി പോലും ഇതിൽ നെല്ലില്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നു. ഇത് പതിരായി മാറിയിരിക്കുന്നു. ഉഷ്ണതരംഗം ഉണ്ടായതോടുകൂടി വ്യാപകമായി ഉണ്ടായിരിക്കുന്നു അപ്പർ കുട്ടനാട് മേഖലകളിൽ ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി. ഇത് പരിഹരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇവിടെ പല പാടശേഖരങ്ങളിലും ഇന്ന് നെല്ല് കൊയ്തിട്ടില്ല, അത് കൊയ്യാൻ പറ്റുന്നില്ല. മെഷീൻ ഇറക്കിയാൽ മെഷീനിൽ അരി വീഴുന്ന സ്ഥലത്ത് അരി ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു. പതിരു മാത്രമായി മാറിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടുന്നത്? റവന്യൂ വകുപ്പും ദുരന്ത നിവാരണ സംഘവും അതുപോലെ തന്നെ കൃഷി വകുപ്പും ചേർന്ന് അവർക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം ഉണ്ടാകുവാൻ കേന്ദ്ര ഗവൺമെന്റ് എല്ലാ ലോകത്തും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും നടപടിഘട്ടമുഖം നീങ്ങുന്നില്ല. ഇവിടെ ജനറൽ സെക്രട്ടറി പറഞ്ഞു അവർക്ക് അതിനാവശ്യമായ നടപടിയിലേക്ക് നീങ്ങാൻ ഈ വകുപ്പുകൾ തയ്യാറാവണം. ഏപ്രിൽ മാസത്തിലാണ് ഏറ്റവും അധികം നെല്ല് ഈ കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലകളിൽ കൊയ്യുന്നത്. അങ്ങനെ കൊയ്യുന്ന സമയത്ത് മാർച്ച് മാസം 30 വരെയുള്ള നെല്ലിന്റെ പൈസ കൊടുത്തു എന്ന് മന്ത്രിമാർ പറയുന്നുവെങ്കിലും ഏപ്രിൽ മാസത്തിലാണ് കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും ഏറ്റവും കൂടുതൽ കൊയ്ത്ത് നടക്കുന്ന സമയം. ഏതാണ്ട് 80% നെല്ലും കൊയ്തിരിക്കുന്നത് ഏപ്രിലാണ്. അവിടെ ആ ഏപ്രിൽ മാസത്തിലെ നെല്ലിന്റെ പണം കൊടുക്കുവാൻ
ഗവൺമെന്റ് തയ്യാറാവാത്തതിനുള്ള പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇപ്പൊ പുതിയൊരു തീരുമാനവും കൂടെ വന്നിരിക്കുന്നു. അടുത്ത കൃഷിക്ക്, രണ്ടാം കൃഷിക്ക് വിത്ത് തരില്ല എന്നുള്ള പ്രഖ്യാപനം. പ്രിയപ്പെട്ടവരെ, കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു സംഭവം. രണ്ടാം കൃഷിക്ക് വിത്ത് തരില്ല, നിങ്ങൾ ആവശ്യമുള്ള വിത്ത് കണ്ടെത്തിക്കോണം എന്ന് പറയുന്ന സമീപനം സ്വീകരിക്കുന്ന ഗവൺമെന്റ് നയം ഇങ്ങനെ കർഷകരെ, അടിസ്ഥാന കർഷകരെ തകർക്കുന്ന, നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന, അവരോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഗവൺമെന്റ് നയങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പുഞ്ചകൃഷിക്ക് ശേഷം ഞങ്ങൾ ഇങ്ങനെ ഒരു സമര പരിപാടികളുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങൾ: ഒന്ന്, കൊയ്ത നെല്ലിന് പണം ലഭിക്കുവാൻ തയ്യാറാവണം. 10 ദിവസമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ 10 ദിവസത്തിനുള്ളിൽ പണം ലഭിക്കുവാനുള്ള തയ്യാറെടുപ്പ് നടത്തണം ഗവൺമെന്റ്. അതിനുള്ള സംവിധാനം ഉണ്ടാകണം. 782 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും കുടിശ്ശിക കിട്ടിയെന്നാണ് പറയുന്നത്. പക്ഷേ അത് കാനറ ബാങ്കിനും SBIക്കും കൊടുക്കുവാൻ ഗവൺമെന്റ് തയ്യാറാവണം. കൊടുത്ത് അവരുടെ കുടിശ്ശിക തീർക്കുവാൻ തയ്യാറാവണം. അങ്ങനെയാണെങ്കിലേ കർഷകർക്ക് അത് ലഭ്യമാക്കുവാൻ സാഹചര്യമുള്ളൂ. അതുപോലെ തന്നെയാണ് ഉഷ്ണതരംഗത്തിൽ നെല്ല് നഷ്ടപ്പെട്ടു പോയ, ഉഷ്ണതരംഗത്തിൽ അടുത്ത ചൂടിൽ നെല്ല് നഷ്ടപ്പെട്ടു പോയ, നെല്ല് പതിരായി പോയ, കൊയ്യാതിരുന്ന, കൊയ്തിട്ടും യാതൊരു പ്രയോജനവുമില്ലാതിരുന്ന ഈ പാടശേഖരങ്ങളിലെ ആവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കുവാൻ ഗവൺമെന്റ് തയ്യാറാവണം. അടുത്ത കൃഷിക്ക് നെൽവിത്ത് ലഭ്യമാക്കുവാനുള്ള സംവിധാനം ഏർപ്പെടുത്തണം. ഇങ്ങനെ 15 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമര പരിപാടിക്ക് ഈ സിവിൽ സപ്ലൈസ് ഓഫീസിന് മുമ്പിൽ ഞങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നത്. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന സമര ഭടന്മാർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഈ സമര പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നടൻ കൂടിയായ ശ്രീ കൃഷ്ണപ്രസാദ് അവരുകളെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. ഏറ്റവും ബഹുമാനിയായ അധ്യക്ഷ രചന കർഷകരും ഉദ്ഘാടകൻ ബി ജയലാൽ സാറ്, സോണിച്ചൻ പുളിക്കൊന്ന്, PR സതീശൻ, മോഹൻചേട്ടൻ, സാമയപ്പൻ സാറ്, മറ്റ് NKSSന്റെ ഭാരവാഹികൾ, അതിനേക്കാളെല്ലാം ഇന്ന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച് അതിന്റെ നേർസാക്ഷികളായിട്ട് ഈ കോട്ടയം സപ്ലൈകോയുടെ മുമ്പിൽ സമരം ചെയ്യുവാൻ എത്തിയിരിക്കുന്ന കർഷക സുഹൃത്തുക്കളെ, സിനിമാ നടൻ എന്നുള്ളതിനേക്കാൾ ഒരു കർഷകനായിട്ട് അറിയപ്പെടുന്ന എനിക്ക് പലയിടത്തും എന്തെങ്കിലും സിനിമാക്കാരനില്ലാത്ത പ്രിവിലേജ് കിട്ടുന്നുണ്ടെങ്കിൽ അത് കർഷകൻ എന്നുള്ള രീതി. ആ കർഷകന് കിട്ടുന്ന പ്രിവിലേജ് പക്ഷേ ഇന്നിപ്പോൾ സമൂഹം തരുന്നെങ്കിൽ ഇന്ന് പക്ഷേ സർക്കാർ ഞങ്ങൾക്കത് തരുന്നില്ല. അതിന്റെ കാരണം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ കർഷകരിവിടെ ഈ സപ്ലൈകോയുടെ മുമ്പിൽ ഇന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾക്കിപ്പോ ഒരു 5 മിനിറ്റ് ഈ വെയിലത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ ഏതാണ്ട് 42 ഡിഗ്രി ചൂടിലാണ് ഞങ്ങൾ ഈ കൊയ്തെടുത്തത്. ആ സമയത്ത് പലപ്പോഴും നിങ്ങൾക്കറിയാം, കേരളത്തിൽ പല ഉഷ്ണതരംഗം കൊണ്ട് 3-4 പേര് മരണം സംഭവിച്ച സ്ഥലമാണ് കേരളം. അങ്ങനെയുള്ളിടത്ത് ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇപ്പോൾ പുതിയൊരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഉഷ്ണതരംഗം ഏറ്റു കഴിഞ്ഞാൽ ക്യാൻസർ വരുമെന്നാണ്. ഇതെല്ലാം വിധിക്കപ്പെട്ട കർഷകര് ഞങ്ങൾ നെല്ല് ഉൽപ്പാദിപ്പിച്ചിട്ട് ആ നെല്ല് കൊണ്ടുവന്ന് മില്ലുകാർ കൊണ്ടുപോയി അതിന്റെ കൂട്ടിക്കിഴവുകളെല്ലാം കൊടുത്ത് ഞങ്ങൾക്ക് അതിന്റെ പൈസ കിട്ടുന്നില്ല. നിങ്ങളൊന്ന് ആലോചിക്കണം. അന്ന് ഞങ്ങൾ പറഞ്ഞു, കഴിഞ്ഞ ഓണക്കാലത്താണ് ജയസൂര്യൻ കൃഷ്ണപ്രസാദും ഒരു വിവാദത്തിൽപ്പെട്ട് നെൽകർഷകർക്ക് പൈസ കിട്ടിയില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഏറ്റവും വലിയ വിവാദത്തിൽപ്പെട്ടത്. അന്ന് അതുകൊണ്ട് പക്ഷെ ഒരു കാര്യം ഉണ്ടായി, നെൽകർഷകർക്ക് പൈസ കിട്ടുവാൻ ഒരു കാരണമുണ്ടായി. പക്ഷെ ഒരു കാര്യം പറയാം, ഞങ്ങൾക്ക് സമരം ചെയ്യാനല്ല, കർഷകന്റെ പണി കൃഷി ചെയ്യാനാണ്. ഞങ്ങൾ കൊയ്ത് കഴിഞ്ഞ് അടുത്ത കൃഷിയിലേക്ക് എത്തുവാനുള്ള പാടശേഖര ഒരുക്കുവാനുള്ള സമയത്താണ് ഈ വെയിൽ കൊണ്ട് ഞങ്ങളിപ്പോ സപ്ലൈകോയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾക്ക് സമരം ചെയ്ത് മുന്നോട്ട് പോകുന്നതിനേക്കാൾ പണ്ടൊക്കെ ഞങ്ങൾക്ക് കൃഷി കഴിഞ്ഞാൽ ഒന്ന് ബാങ്കിൽ കൊണ്ട് കൊടുത്തു, അല്ലെ കൃഷി ഓഫീസിൽ ഒന്ന് പോയി എന്നാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു പണിയും കൂടെ ഉണ്ട് അടുത്ത 6 മാസത്തേക്ക്. എന്താണെന്നറിയോ? ബാങ്കിൽ കയറി ഇറങ്ങുക, സപ്ലൈകോയിൽ കയറി ഇറങ്ങുക, സമരം ചെയ്യുക. അടുത്ത 6 മാസത്തേക്കുള്ള പണിയാണ് കർഷകര്. ഇപ്പോൾ കൃഷി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങളുടെ ബുദ്ധിമുട്ടും വേദനയും ഇതുപോലെയുള്ള സമരം ചെയ്ത് ഞങ്ങളുടെ പാവം പിടിച്ച ഞങ്ങൾക്കും ഉണ്ടല്ലോ കുഞ്ഞുങ്ങളൊക്കെ, അടുത്തൊരു തലമുറ കൃഷി ചെയ്യണമെന്ന് കൃഷിമന്ത്രി പറയുന്നുണ്ടെങ്കിൽ ആ കൃഷിമന്ത്രിയോട് ചോദിക്കാനുള്ളത്, അടുത്തൊരു തലമുറ ഈ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെയിലത്ത് സമരം ചെയ്യുന്ന ഞങ്ങളെ കണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ ഇവിടെ വരും? നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു കാര്യം പറയാം, ഈ പ്രാവശ്യം സൊസൈറ്റിക്ക് നെല്ല് കൊടുക്കാനായിരുന്നു ഇവിടുത്തെ സർക്കാരിന്റെ ഒരു വളരെ വളഞ്ഞ ബുദ്ധിയിൽ പോയത്.
നിങ്ങൾക്കറിയാം, സൊസൈറ്റി കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്താൽ ആത്മഹത്യ ചെയ്യണം, സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്താലും അവൻ ആത്മഹത്യ ചെയ്യണം. അതിന്റെ കൂട്ടത്തിലാണ് കർഷകനെ കൊണ്ടുവന്ന് അതിനകത്തോട്ട് ഉൾപ്പെടുത്താൻ പോയത്. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഈ സപ്ലൈകോയിലേക്ക് നെല്ല് കൊടുത്തത്. അതുകൊണ്ട് ഒരു കാര്യം പറയാം, സപ്ലൈകോയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരായാലും അവർക്ക് മേളിലിരിക്കുന്ന ആൾക്കാരായാലും സർക്കാരിനോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് കൃഷി ചെയ്യുന്നതിൽ 95% ആൾക്കാര് പാവം പിടിച്ച ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഒരു വരുമാനമല്ലാതെ മറ്റൊരു വരുമാനമില്ല. അങ്ങനെയുള്ള ആൾക്കാര് 6 മാസത്തെ കാലാവധി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം സബ്സിഡികൾ നഷ്ടപ്പെടും. ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ലോണിന്റെ സബ്സിഡികൾ നഷ്ടപ്പെടും. ഇതെല്ലാം കാരണമാക്കാതെ ഞങ്ങളെ ദുരിതത്തിൽ, ആത്മഹത്യയിൽ, കഴിഞ്ഞ പ്രാവശ്യം അറിയാം, തകഴിയിൽ ഒരു പ്രസാദം മരിച്ചു, അമ്പലപ്പുഴയിലെ രായപ്പച്ചേട്ടൻ, അദ്ദേഹത്തിന്റെ മകൻ, എത്ര പേര് മരിച്ചു. ഇനി ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്ന ഇതുപോലെ ഒരു സമരത്തിൽ പങ്കെടുത്ത ആളാണ് പ്രസാദുമൊക്കെ. അതുകൊണ്ട് ഇതിനകത്തുള്ള ആരും ഒരു ആത്മഹത്യ എന്നുള്ള രീതിയിലേക്ക് നിങ്ങളാരും പോകരുത്. നിങ്ങളോടൊപ്പം കർഷകരായ ഞങ്ങളെല്ലാവരും ഉണ്ട്. അതിനകത്ത് നിങ്ങളൊന്നും ഒരിക്കലും നിങ്ങളോട് പിന്നോട്ട് പോകരുത് എന്ന് ഞാൻ എന്റെ കർഷക സുഹൃത്തുക്കളോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ മക്കൾക്കും ഈ സമൂഹത്തിനും ആവശ്യമാണ്, സർക്കാരിന് ആവശ്യമില്ല. സർക്കാരിന് ആവശ്യമില്ലാത്ത നിങ്ങളുടെ ജീവനെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ കർഷക സമരം ഇതൊരു സൂചന മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് നാളെ ഇനി ഇത് ആവർത്തിക്കുവാൻ സപ്ലൈകോയും സർക്കാരും ഞങ്ങളെ തള്ളിവിടുന്നു എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇതിനെല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. 12 മാസവും ഈ ചെളിവെള്ളം കുടിച്ച് നടന്നിട്ട് തന്റെ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ കഴിയാത്ത കുടുംബത്തിന്റെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത നിലയിലേക്ക് കാർഷിക രംഗം തകർന്നിരിക്കുന്നു. കാലാകാലങ്ങളിലെ ഗവൺമെന്റുകളെ കഴിയോ കൃഷിക്കാരെ പരിപോഷിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് കാർഷിക മേഖല എടുക്കട്ടെ, നാളികേര മേഖല എടുക്കട്ടെ, പച്ചക്കറി കൃഷി എടുക്കട്ടെ, ഈ രംഗങ്ങളിലൊക്കെ ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ഇപ്പം തന്നെ പറഞ്ഞു, ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. കുട്ടനാട്ടിലെ ബണ്ടുകളുടെ സംരക്ഷണ രംഗത്ത് ഒരിടപെടലും നടക്കാത്ത ഒരു ഗവൺമെന്റാണ് ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റ്. നെൽകൃഷിയുടെ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് ഉൽപാദന ചെലവിന് ആനുപാതികമായി വില വർദ്ധിപ്പിക്കണം. കൂടി വളത്തിന്റെ വില കൂടി, വിത്തിന്റെ വില കൂടി, ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിന്റെ വില കഴിഞ്ഞ 4 വർഷമായി 1 രൂപ പോലും വർദ്ധിപ്പിക്കുന്നില്ല. ചുമട്ടുകൂടി കൃഷിക്കാരന്റെ പ്രശ്നം നമ്മൾ ആരോട് പറയും? 1 കിൻഡലിന് നെല്ല് സംഭരിക്കുന്നതിന് വേണ്ടി 2002 നെല്ല് സംഭരണം ആരംഭിച്ചപ്പോൾ 12 രൂപയായിരുന്നു 1 കിൻഡലിന് നെല്ല് സംഭരിക്കുന്നതിന്. അന്ന് ഞങ്ങൾ കർഷകന് വെറും 12 രൂപ കൊടുത്താൽ 1 കിൻഡലിന് നെല്ല് സംഭരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ആ സ്ഥാനത്ത് 300 രൂപ കർഷകന് കൊടുക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നു. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർപ്പിക്കുന്നു. ഈ നെൽകൃഷിക്കാരെ കൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഇൻഷുറൻസ് പദ്ധതി ചേർത്തിട്ടുണ്ട്. കൃഷിനാശമുണ്ടായാൽ കൃഷികളെ സംരക്ഷിക്കാനാണ് ഇൻഷുറൻസ് പദ്ധതി എന്നാണ് പറയുന്നത്. കൃഷിനാശം സംഭവിച്ച് ഒരു ഏക്കറിന് 100 രൂപ വെച്ച് നിർബന്ധിതമായി ഞങ്ങളെ കൊണ്ട് ഇൻഷുർ ചെയ്യിച്ചു. ഈ കൃഷിനാശം സംഭവിച്ചാൽ ഇതിന്റെ വില തരുവാനുള്ള ധാർമ്മികമായ നഷ്ടപരിഹാരം തരുവാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്. കേന്ദ്ര ഗവൺമെന്റിൽ ഞങ്ങളെ കൊണ്ട് ഇൻഷുറൻസ് പദ്ധതി ചേർത്തു. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം അടിയന്തരമായി വിതരണം ചെയ്യുക. കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ച വിലവർദ്ധനവ് 31 രൂപ 35 പൈസ 1 കിൻഡലിന് നെല്ലിന് 1 കിലോയ്ക്ക് ലഭിക്കത്തക്കോണമുള്ള ഇടപെടൽ ഉണ്ടാക്കിയിരിക്കുന്നു. അതിന്റെ പണം ലഭിക്കുവാനുള്ള നടപടി സ്വീകരിക്കുക. സംസ്ഥാന ഗവൺമെന്റ് 1 രൂപ പോലും വർദ്ധിപ്പിക്കേണ്ട, കേന്ദ്രം കൂട്ടിയ ആ വർദ്ധിപ്പിച്ച തുക ലഭിക്കുവാൻ കഴിയുന്ന ഇടപെടൽ ഉണ്ടാകണം എന്നുകൂടി ഓർപ്പിച്ചുകൊണ്ട് വേദനിക്കുന്ന കർഷകനെ തോളോട് ചേർത്ത് നിർത്തേണ്ടതിന് പകരം ഞങ്ങളെ ചവിട്ടി പുറത്താക്കുന്ന ഈ ഗവൺമെന്റ് നടപടിക്കെതിരെ ഇതൊരു സൂചന മാത്രമാണ്. ഇതുകൊണ്ട് പഠിക്കുന്നില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി പാവപ്പെട്ട കർഷകർ ജീവിക്കാൻ വേണ്ടിയുള്ള സമരത്തിലേക്ക് നീങ്ങും എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ കർഷകർക്കും എന്റെ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. നിങ്ങൾക്ക് എന്റെ വിനീതമായ നമസ്കാരം. കർഷകരെ സംബന്ധിച്ചിടത്തോളം സമരം എന്ന് പറയുന്നത് പരമാവധി അവസാനത്തെ ഒരു ആയുധമെന്ന നിലയിൽ മാത്രം പരിഗണിക്കുമ്പോൾ ആവർത്തിച്ച് സമരം ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുന്ന ഭരണാധികാരികളുടെ ഒരു നിലപാട് പുനഃപരിശോധിക്കപ്പെടുക തന്നെ ചെയ്യണം. 31 രൂപ 35 പൈസ നമ്മുടെ ഈ പ്ലക്കാർഡിലെല്ലാം എഴുതിയിട്ടുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കൂടി നിലവിൽ അനുവദിച്ച് നൽകിയിരിക്കുന്ന തുകയാണ്. പക്ഷേ ആ പണം നമുക്ക് നൽകുന്നില്ല, കിട്ടുന്നില്ല. അത്
കിട്ടുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നമ്മൾ തുടരുക തന്നെ ചെയ്യും. അത് നൽകുവാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും അത് കിട്ടുന്നുവെന്ന് ഉറപ്പുവരുത്താൻ പ്രത്യേകിച്ചും സംസ്ഥാന ഗവൺമെന്റിനും സംസ്ഥാനത്തെ പി പ്രസാദ് എന്ന മന്ത്രിക്കും അതിന്റെ മുഖ്യമായ ചുമതലയുണ്ട് എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. അദ്ദേഹം ഈ പ്രദേശത്തെ നെല്ലിന് വന്ന വീഴ്ച അല്ലെങ്കിൽ കേട് ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വലിയ നഷ്ടം അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി അടിയന്തരമായി ഇടപെടുകയും അതിന് മാന്യമായ നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് കർഷകനെ കൃഷിയിൽ ഉറപ്പിച്ചു നിർത്തുന്നതിനുള്ള പരിശ്രമം അത് ഗവൺമെന്റിന്റെ തലത്തിൽ നിന്ന് ഉണ്ടാവണം. അതിനുവേണ്ടിയുള്ള ഒരു സമ്മർദ്ദമായിട്ട് ഈ നാട്ടിലെ മുഴുവൻ കർഷകരും കർഷക സംഘടനകളുമൊക്കെ തുടർ ദിവസങ്ങളുടെ രംഗത്തിറങ്ങേണ്ടി വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് വരും പോകും, അന്നേരം മാത്രം ഞങ്ങൾക്ക് പണം നൽകിയാൽ പോരാ. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം 27 പ്രാവശ്യം നെൽകർഷകർ നിരന്തരമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചതിന് ശേഷമാണ് നമ്മുടെ വിലയുടെ ഒരു തീരുമാനം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത്. ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ട് അതിനുള്ളിൽ കുറെയൊക്കെ തരുവാൻ അവർ തയ്യാറായി. പക്ഷേ അതിനുശേഷം ഇന്ന് വരെ 5 പൈസ തരാൻ തയ്യാറായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തില് ഇന്ന് ഗവൺമെന്റ് കാണിക്കുന്ന ഈ നിരുത്തരവാദമായ സമീപനവും അവഗണനയ്ക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭത്തിന്റെ മാർഗമല്ലാതെ മറ്റൊന്നും അവശേഷിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് കർഷകർ വീണ്ടും ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു തരുന്ന 31-35 പൈസ നമ്മുടെ അർഹതപ്പെട്ട വിലയാണ്. അതാരുടെ ഔദാര്യമല്ല. അത് ഈ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും അത് സംസ്ഥാന ഗവൺമെന്റ് വകവെച്ചുള്ള തുക അടക്കമുള്ള തുകയാണ് 31 രൂപ 35 പൈസ എന്നുള്ളത്. ആ നിലയിൽ നൽകുന്നതിന് പകരം 28 രൂപ 20 പൈസയാണ് ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ അന്യായം അവസാനിപ്പിച്ചുകൊണ്ട് കൃത്യമായി 31 രൂപ 35 പൈസ നമ്മുടെ അർഹതപ്പെട്ട വില അടിയന്തരമായും ലഭ്യമാക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണമെന്നാണ് നമ്മൾ ആദ്യമായി ഉന്നയിക്കുന്ന ഡിമാൻഡ്. രണ്ടാമത് നമുക്കറിയാം, നമ്മുടെ ഇന്ന് നെല്ല് സംഭരിക്കാത്ത ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് നെല്ല് കൊയ്തിട്ടിട്ട് ആ നെല്ലെടുക്കാൻ ഒരു പട്ടയമില്ലാത്ത സാഹചര്യം ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. എത്ര കഷ്ടപ്പെട്ട് മനുഷ്യർ ഉണ്ടാക്കിയെടുത്ത ആ നെല്ല് സംഭരിക്കാൻ എടുക്കാൻ വരുന്നില്ല. ഓരോ മില്ലുകാരനും അലോട്ട്മെന്റ് കൊടുക്കും, അവൻ വന്ന് എടുക്കത്തില്ല. ഇങ്ങനെ അലോട്ട്മെന്റ് മാറ്റി കൊടുത്തുകൊണ്ട് 10, 20, 30 ദിവസമായി നെല്ലെടുക്കാതെ കിടക്കുകയാണ്. എന്തുകൊണ്ട്? നമുക്കറിയാം, ഈ നെല്ലുകാരെല്ലാവരും തന്നെ നമ്മുടെ സർക്കാരുമായിട്ടുള്ള എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ എഗ്രിമെന്റ് വ്യവസ്ഥ പ്രകാരം നെല്ലെടുക്കാൻ നിർബന്ധിതമാകേണ്ടതാണ്. പക്ഷെ അവർക്കെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ ഇവിടുത്തെ ഒരു ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഇവിടെ അലോട്ട്മെന്റ് ചെയ്യുന്ന നെല്ലുകാര് അതെടുത്തില്ലെങ്കിൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണം. എങ്കിൽ മാത്രമേ നെല്ലെടുക്കൊണ്ട് പോകൂ. ആ ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് ഞങ്ങൾ ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുകയാണ്. അതുപോലെ നമുക്കറിയാം, ഇന്ന് ഗുണനിലവാരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ കാണുന്ന നെല്ല് ഇതിന്റെ പേരിൽ ഗുണനിലവാരം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും? നമ്മുടെ കുഴപ്പം കൊണ്ടാണ് ഉണ്ടായത്. ഈ ചൂടിന്റെ കാര്യം നമുക്കറിയാമല്ലോ. ഗവൺമെന്റ് പ്രഖ്യാപിച്ചു യെല്ലോ അലോട്ടറും അങ്ങനെ പല അലോട്ടറൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മനുഷ്യന് നിർമ്മിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ നെല്ല് വിളയുന്ന സാഹചര്യത്തില് നെന്മണി അങ്ങനെ കതിരിട്ട് വരുന്ന സാഹചര്യം നമുക്കറിയാം. ആ സമയത്തുണ്ടാകുന്ന ചൂടിന്റെ ആ തരംഗം വർദ്ധിക്കുമ്പോൾ അവിടെ നെല്ല് പതിരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിനകത്തും ജലാംശമാണല്ലോ. ആ ജലാംശം ഇല്ലാതായി അത് പതിരായി മാറിയിരിക്കുന്നു. അതാണ് നമ്മൾ കാണുന്നത്. ഈ പതിരും കീഴിപ്പിച്ച് ഒഴിച്ചുകൊണ്ട് നമ്മളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ആലോചിക്കുന്ന സുഹൃത്തുക്കളെ, നമ്മുടെ കുഴപ്പം കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇത് മൂലമുണ്ടായി യുദ്ധതരംഗം മൂലമുണ്ടായിരിക്കുന്ന സർവ്വ നഷ്ടങ്ങൾക്കും സർവ്വവിധമായ പരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണം. അതാണ് ഈ സമരത്തിലൂടെ നമ്മൾ ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. കർഷകന്റെ സാഹചര്യം മുക്കി പണിതെടുത്താൽ നക്കി തിന്നാം. ഈ നക്കി തിന്നാൻ പോലും അനുവദിക്കാത്ത ഒരു സർക്കാർ. ഈ കർഷകർ ഇവിടെ ഉഷ്ണതരംഗത്തിലും കഷ്ടതയിലും പട്ടിണിയിലും ആയിരിക്കുമ്പോൾ ഉല്ലാസയാത്ര നടത്തുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ പാവപ്പെട്ട കർഷകന്റെ എന്താ ഇവിടുത്തെ പ്രശ്നമെന്ന് മനസ്സിലാക്കുവാൻ ഇവർക്കാർക്കും സാധിക്കുന്നില്ല. ഒരു കാര്യത്തിൽ ഈ കർഷകരെ സംബന്ധിച്ചിടത്തോളം പട്ടിണി കിടന്ന് അന്നമുണ്ടാക്കി നിങ്ങളെയൊക്കെ ഓർത്തി നിങ്ങളെയൊക്കെ പുഷ്ടി പിടിപ്പിച്ച് നടത്തുമ്പോൾ ഈ പാവപ്പെട്ട കർഷകനെ ഓർത്തില്ലെങ്കിൽ തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്. നിന്മകൻ ചാണ്ടി ഉന്മകൻ മോതിരം കട്ടൊണ്ട് പോണത് ഈ പുതിയ തിരുപ്പതാല്, നിന്മകൻ ചാണ്ടി നീ എങ്ക പോണതാല് എന്റെ ഉളക്കെടുത്ത് നിന്നെ മണ്ടയ്ക്ക് തല്ലും. അടുത്ത തെരഞ്ഞെടുപ്പ് വരും, കർഷകന്റെ കയ്യിൽ നല്ല ആയുധമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ഉളക്കയുണ്ട്, ആ ഉളക്കയ്ക്ക് നിന്നെയൊക്കെ ഞങ്ങൾ തല്ലും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കർഷകരെ നിങ്ങൾ സംരക്ഷിക്കുന്നില്ലെങ്കിൽ, ഈ കർഷകരുടെ നെല്ല് നിങ്ങൾ എടുത്തോണ്ട് പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചുക്തരായ മറുപടി ഞങ്ങൾ തരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് NKS.
ഇതെല്ലാം ഒരു ശാശ്വതമായ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് NKSS ഇന്നിവിടെ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഉചിതമായ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു ഇലക്ഷനെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും ഭാവിയിലും ഇലക്ഷനുകൾ വരും. ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ കാണും. ഞങ്ങളൊക്കെ വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നവരാണ് എന്ന് മാത്രം നിങ്ങൾ ഓർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിലെ കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആദ്യകാലം തന്നെ ഉണ്ടായിരുന്ന ഒരു വകുപ്പാണ് കൃഷി വകുപ്പ്. ഈ അടുത്ത കാലത്ത് കൃഷി വകുപ്പിന്റെ ബോർഡുകളിൽ വളരെ സന്തോഷം തോന്നിക്കുന്ന ഒരു ഇതുകൂടെ വന്നിട്ടുണ്ട്. കൃഷി വകുപ്പിന്റെ പേര് മാറ്റി കൃഷി കർഷക ക്ഷേമ വകുപ്പെന്നാക്കി. ഈ ഭരണപരിഷ്കാരം വന്നതിന് ശേഷം ഉണ്ടായ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിന് വില തരുന്നില്ല എന്ന് മാത്രമല്ല, നമുക്ക് തന്നിരുന്ന ആനുകൂല്യങ്ങൾ മുഴുവൻ കവർന്നെടുത്തുവെന്ന് മാത്രമല്ല, അവസാനമായി നമുക്ക് തന്നിരുന്ന നെൽവിത്തുകള് പറഞ്ഞിരുന്നത് ഗുണമേന്മയുള്ള നെൽവിത്ത് തന്നെയാണെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന എന്താണെന്ന് അറിയാം, അതുപോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി കർഷകരെ ക്ഷേമം ഉറപ്പാക്കുന്ന ഈ വകുപ്പ് എന്തിനാണ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി സഹോദരൻ അങ്ങയോട് ഞങ്ങൾ പറയുകയാണ്, ഇത്തരം പ്രവർത്തികൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യമെങ്കിൽ ഈ വകുപ്പ് പിരിച്ചുവിടുക. ഇതിലെ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളമെങ്കിലും ഞങ്ങൾ ടാക്സിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. NKSS. 5-6 മാസക്കാലം ഞാൻ വളരെ കഷ്ടപ്പെട്ട അന്നം ഉത്പാദിപ്പിച്ചുകൊണ്ട് ആ ഉത്പാദിപ്പിച്ച നെല്ല് വിറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ കാശിന് വേണ്ടി തെണ്ടി കിടക്കേണ്ട അവസ്ഥയാണുള്ളത്. സംവിധാനം പറഞ്ഞതുപോലെ ഞങ്ങളെ കൊണ്ട് വിലക്ക് എടുപ്പിക്കരുത്, അതിനുള്ള അവസരത്തിൽ ഉണ്ടാക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ബഹുമാന്യനായ കൃഷിമന്ത്രി പ്രസാദ് സാറ് ഇടുക്കിയിലെ ഏലക്ക എക്സ്പോർട്ട് ചെയ്യുന്ന ബിസിനസ്സുകാരുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ആ മേഖലയിലുള്ള ഏലം കർഷകരുടെ ബുദ്ധിമുട്ടുകൾ, ശരിക്കും ബുദ്ധിമുട്ടുണ്ട്, അവരെ കാണാനായിട്ട് പോയിരിക്കുകയാണ്. ഇന്ന് ഡിസാസ്റ്റർ ടൂറിസത്തിന്റെ നാളുകളാണ്. നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾക്ക് ഇങ്ങനെയുള്ള ആളുകളുടെ ദയാവധത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന കർഷകരുടെയൊക്കെ ആ ഒരവസ്ഥ കണ്ട് മേളിക്കൂടെ പറക്കാനും അവരുടെ ഇടയിലൂടെ നടക്കാനും ഒക്കെയുള്ള ഒരു സമയമാണ്. കർഷകരായ ഞങ്ങൾ ദയാവധത്തിന് വേണ്ടി നിന്നു തരില്ല. ഞങ്ങളുടെ ഇവിടെയുള്ള പാടശേഖരത്തിലെ കർഷകർ മതിലുകൾക്ക് മുകളിൽ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ നെഞ്ചത്തായിട്ട് കൂട്ടിയാൽ മതി. കാരണം ഒരു പരിഗണനയും കർഷകർക്കില്ലെങ്കിൽ കർഷകർ മുന്നോട്ട് പോകും. കർഷകരെല്ലാം തെരുവിലിറങ്ങും. കാരണം കാട്ടുമൃഗങ്ങൾ ഒന്നുമില്ലാതെ വരുന്ന സമയങ്ങളിൽ ഇന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഈ നാട്ടിലെ കർഷകരെ പറ്റിക്കുന്ന ഭരണാധികാരികളെ നല്ല രീതിയിൽ മോട്ടോർ വെച്ച് വെള്ളം പറ്റിച്ച് വയമ്പനാട്ടുകാരിൽ പറ്റിച്ച് കൃഷി ചെയ്യാൻ അറിയാവുന്ന കർഷകർക്ക് കർഷകരെ പറ്റിക്കുന്ന കുറെ ആളുകളെ ഒഴിവാക്കാൻ ഒന്ന് സംഘടിച്ച് റോഡിലിറങ്ങിയാൽ മതി. ഡൽഹിയിൽ 1 വർഷം നീണ്ടുനിന്ന കർഷക സമരത്തിൽ ഒരു കർഷക നേതാവ്, ഒരു സിഖ് പുരോഹിതൻ രാം സിംഗ് വെടിയേറ്റ് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, അനീതിയുടെ വെടിയുണ്ടകൾ ഒറ്റ നിറയെ ആയിരങ്ങളെ കൊല്ലുകയാണ്. അനീതി സഹിച്ചുകൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ്. ഞങ്ങൾക്കും അതാണ് ഇഷ്ടം. ഞങ്ങൾ സമരം തുടങ്ങിയിട്ട് 1 വർഷമായതേ ഉള്ളൂ. സംഘടന എല്ലായിടത്തും വ്യാപിച്ചു. കാര്യങ്ങളെല്ലാം വളരെ വൃത്തിയായിട്ട് നടക്കുന്നുണ്ട്. എല്ലാ മേഖലയിലുമുള്ള കർഷകർ ഇവിടെ അണിചേർന്നുകൊണ്ട് ഈ മഹാപ്രസ്ഥാനം കർഷകർക്ക് വേണ്ടി, അന്നമൂട്ടുന്ന കർഷകർ ഈ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി എന്നുള്ളത് കൊണ്ട് ഇവിടെയുള്ള കർഷകർ എല്ലാവരും കൃതജ്ഞത അർഹിക്കുന്നു. കാരണം കർഷകർ ഞങ്ങൾ ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകും. അതിനുവേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യനായ ഞങ്ങളുടെ പ്രസിഡന്റ് റെജീന ഷറഫ്, അതുപോലെയുള്ള കൃഷ്ണപ്രസാദ് സാറ്, വിജയലാലി സാറ് തുടങ്ങി ഇവിടെ ആരും പ്രാധാന്യം കൂടുതലവരല്ല. എല്ലാവരും ഒരുപോലെ സ്റ്റിയറിംഗ് കമ്മിറ്റി പിടിച്ചുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത പരിഗണനകൾക്കും അതീതമായി എല്ലാവർക്കും പറ്റി നമുക്കിനിയും കാണാം. വമ്പൻ സമരങ്ങളിലൂടെ നമുക്കിതെല്ലാം തിരുത്തി എഴുതാം. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. നന്ദി.